ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവലേഴ്സ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കർക്കിടക മാസമൊക്കെയാണ്, എല്ലാവരും വീട്ടിൽ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലായിരിക്കും. അപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടാവുന്ന കുറച്ച് പച്ചക്കറികൾ വെച്ച് ചേമ്പുംതാൾ അതുപോലെ 1-2 പച്ചക്കറികൾ വെച്ചിട്ട് നമ്മളൊരു ചെറിയൊരു കുഴ ഉണ്ടാക്കാൻ പോകുന്നത്, ഒരു കർക്കിടക കുഴ ഉണ്ടാക്കാൻ പോകുന്നത്. ചേമ്പുംതാളും ചേന ക്യാരറ്റൊക്കെ വെച്ചിട്ടൊരു കർക്കിടക കുഴ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം പൊടിച്ചത്, ഒരു 100-150 ഗ്രാം ചെറുപയർ, ഒരു മുറി തേങ്ങ, ഒരു വലിയ ക്യാരറ്റ്, ഒരു വലിയ 2 കഷ്ണം ചേന, ചേമ്പുംതാൾ. ഇതിൽ ക്യാരറ്റ് മാത്രമേ പുറത്തുനിന്ന് വാങ്ങിച്ചുള്ളൂ. ചേമ്പുംതാളും ചേനയും ഇവിടെ തന്നെ ഉണ്ടായതാണ്, വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ചേനയും ചേമ്പുംതാളും ഇവിടെ തന്നെ ഉണ്ടായതാണ്. ക്യാരറ്റ് മാത്രമേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് കിട്ടുന്നുണ്ട്. ക്യാരറ്റ് ഞാൻ കുറച്ച് ടേസ്റ്റ് വേണ്ടിയാണ് ക്യാരറ്റ് ഇടുന്നത്. ക്യാരറ്റ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്ര ഐറ്റംസാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യം തന്നെ ചേമ്പുംതാൾ വൃത്തിയാക്കണം. ഇത് കണ്ടിച്ചേമ്പിൻ്റെ താളാണ്. ഇത് നമ്മുടെ പറമ്പിലേക്ക് കിട്ടുന്ന സാധനം തന്നെയാണ്. കണ്ടിച്ചേമ്പിൻ്റെ താളെടുത്തിട്ട് നമ്മുടെ ഈ ഒരു സാധനം ആദ്യം തന്നെ ഒന്ന് ചെത്തിക്കളയണം. ഞാൻ ഈ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ഈ ഒരു പോർഷൻ ചെത്തിക്കളഞ്ഞിട്ട് ഇതിൻ്റെ തൊലി നമുക്കിങ്ങനെ എളുപ്പത്തിൽ ഊരിയെടുക്കാം. പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഫുള്ളായിട്ട് എൻ്റെ തൊലി നമുക്ക് ഫുള്ള് ഊരിയെടുക്കണം. തൊലി ഇട്ട് കഴിഞ്ഞാൽ ചൊറിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തൊലി നമ്മൾ ഇടാറില്ല. ചേമ്പുംതാൾ ഫുള്ള് കണ്ടല്ലോ, ഫുള്ള് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ചേമ്പുംതാൾ ഫുള്ള് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തത് ഒരു ക്യാരറ്റാണ്. ക്യാരറ്റ് എല്ലാവർക്കും അറിയാമല്ലോ. ജസ്റ്റ് അതിൻ്റെ അറ്റവും മൂടും കളഞ്ഞിട്ട് ഒരു പീലർ കൊണ്ട് അതിൻ്റെ സ്കിന്നൊന്ന് കളഞ്ഞെടുത്താൽ മതി. ഓക്കെ, ക്യാരറ്റിൻ്റെ റെഡി കഴിഞ്ഞു. അപ്പം നമുക്ക് ഈ ചേന ഒരു 2 വലിയ കഷ്ണം ചേന എടുത്തേക്കുന്നത്, ഒരു വലിയൊരു ക്യാരറ്റ്, ഈ ചേമ്പുംതാൾ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് അരിഞ്ഞ് വേവിക്കാൻ വെക്കാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പച്ചക്കറിയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചേന, ചേമ്പുംതാളും ഒരു തക്കാളി ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് അരിഞ്ഞെടുക്കണം. ആദ്യം തന്നെ ചേനയാണ് അരിയുന്നത്. ചേന ഞാൻ ഓൾറെഡി ഇത് തൊലി കളഞ്ഞ് കഴുകി വെച്ചേക്കുന്നതാണ്. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. ഇതിൽ കാണുന്ന പോലെ തന്നെ അധികം വലിയ വലിപ്പം ഉണ്ടാവാത്ത രീതിയിൽ സാധനം വെന്ത് ഇതിനോടെ ഉടഞ്ഞ് ചേരേണ്ടതാണ്. അപ്പോൾ ഒരുപാട് വലിപ്പം വരരുത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്കിതിൽ കാണാം, ഇത് ഈ ഒരു വലിപ്പമേ പാടുള്ളൂ. ഒരു സ്ക്വയർ കഷ്ണങ്ങളായിട്ട്, ഈ ഒരു ചെറിയൊരു വലിപ്പത്തിലുള്ള സ്ക്വയർ കഷ്ണങ്ങളായിട്ട് ഇഞ്ചി അരിഞ്ഞെടുക്കണം. അപ്പോൾ ചേന ഞാൻ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു കുക്കറിലോട്ട് മാറ്റാം. നമ്മൾ അരിഞ്ഞ് വെച്ച ചേന ഒരു കുക്കറിലാണ് ഇതെല്ലാം കൂടി വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അരിഞ്ഞ് വെച്ച ചേന കുക്കറിലോട്ട് ഇടുക. ഇനി അടുത്തായിട്ട് വേണ്ടത് ക്യാരറ്റാണ്. ക്യാരറ്റ് നമ്മൾ സാധാ അവിയലിന് അരിയുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് നടുകെ പൊളന്നിട്ട് ഒരു ക്യാരറ്റ് 4ആയിട്ട് പൊളക്കുക. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട്, നേരത്തെ ചേന അരിഞ്ഞ പോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുക. ഇതിൽ കാണുന്ന പോലെ തന്നെ ഉള്ള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. ക്യാരറ്റ് ഇടുക. ഇനി അടുത്തത് ചേമ്പുംതാളാണ്. ചേമ്പുംതാൾ നല്ല വെന്തുടയണ സാധനമാണ്. ഇത് ഇച്ചിരി കുറച്ച് വലുപ്പത്തിൽ അരിഞ്ഞാലും കുഴപ്പമില്ല, കാരണം ഈ സാധനം നന്നായിട്ട് വെന്തുടയും. അപ്പോൾ ഇത് 2ആയിട്ട് പൊളന്നാൽ, 4ആയിട്ട് പൊളക്കണമെന്നില്ല, 2ആയിട്ട് പൊളന്നിട്ട് ഇതുപോലെ കണ്ടല്ലോ, ഇത് ഈ ഒരു വലുപ്പത്തിൽ ചേമ്പുംതാൾ അരിഞ്ഞെടുത്തിടുക. നമ്മുടെ പച്ചക്കറിയെല്ലാം ഞാൻ ഇതൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. കുക്കറിൻ്റെ അകത്ത് എല്ലാ പച്ചക്കറിയും കണ്ട ഞാൻ എല്ലാം പോലെ അരിഞ്ഞ് നല്ല സ്ക്വയറായിട്ട് അരിഞ്ഞ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ചെറുപയറാണ്. ഒരു 100-150 ഗ്രാമോളം ചെറുപയർ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇടുകയാണ്. ചെറുപയറിട്ട് ഇനി അടുത്തത് വെള്ളമാണ് ചേർക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം വേണ്ട, കാരണം ചേമ്പ് പെട്ടെന്ന് അതിൻ്റെ ചേമ്പന്താൾ പെട്ടെന്ന് വെന്തുടയുന്ന സാധനമായതുകൊണ്ട് ഏകദേശം ഒരു പകുതി ഭാഗത്തോളം വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് ഗ്യാസ് ഓൺ ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചൊരു 2-3 വിസിലൊന്ന് വേവിക്കണം. ഞാൻ അടച്ചു വെക്കുകയാണ്. ഓക്കെ, ഞാൻ അടച്ച് മാറ്റി വെച്ചു. ഇനി നമുക്ക് അടുത്തത് അരപ്പിൻ്റെ പരിപാടി തുടങ്ങാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് നമുക്ക് മഞ്ഞപ്പൊടിയും ജീരകവും 2 പച്ചമുളക് കൂടി വെച്ച് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അരയ്ക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ അരപ്പ് അരച്ചെടുക്കാം. ആദ്യം തന്നെ ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 3 പച്ചമുളകാണ് നമ്മൾ ആദ്യം ഒന്ന് പൊട്ടിച്ചെടുക്കേണ്ട. പച്ചമുളക് ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. പച്ചമുളക് ഒന്ന് ചതച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ തേങ്ങ പീര ഇട്ട് കൊടുക്കാം. ഒരു മുറി തേങ്ങയുടെ പീരയാണിത്. അതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ജീരകം പൊടിച്ചതാണ്. ചെറിയ ജീരകമാണ്, വലിയ ജീരകമല്ല, ചെറിയ ജീരകം പൊടിച്ചതാണ്. അത് ആവശ്യത്തിനുള്ളത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ അരപ്പ് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ആ ഒരു പീരയും മഞ്ഞപ്പൊടിയും ജീരകം ഇട്ട് നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത് അരപ്പെടുക്കുക. ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ കുഴക്കമുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ 4ാമത്തെ വിസിലാണ് കേൾക്കുന്നത്. നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് 4 വിസിൽ കേട്ടു. 4 വിസിൽ കേട്ടിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. 4 ഉള്ളിലുള്ള സാധനം എന്തായാലും വെന്തിട്ടുണ്ട്. നമ്മളിപ്പോൾ തുറക്കരുത്, അനക്കാതെ വെക്കണം. തീ ഓഫ് ചെയ്തിട്ട് ഇത് ഗ്യാസ് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പ്രഷർ പോകുന്ന വരെ തീ കുറച്ച് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കുഴ 4 വിസിൽ വെച്ചിട്ട് നമ്മൾ തണുക്കാൻ വെച്ചിരിക്കുകയായിരുന്നു. എന്നുവെച്ചാൽ എൻ്റെ ആവി നമ്മൾ തുറന്ന് വിടാൻ പാടില്ല. അപ്പോൾ ആവി ഏകദേശം പോയി സാധനം നല്ല തണുത്ത് ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തുറന്ന് നോക്കാം എന്താണെന്നോ അതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് തുറന്ന് നോക്കാം. സംഭവം നല്ല പോലെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പച്ചക്കറികളെല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞിരിപ്പുണ്ട്. ചേമ്പന്താള നന്നായിട്ട് അതിൻ്റെ കൂടെ കുടഞ്ഞ് മിക്സ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വീണ്ടും ഗ്യാസ് ഓൺ ചെയ്യണം. ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു ലേശം വെള്ളം കൊണ്ട് ചേർക്കണം. ഇപ്പോൾ തീരെ കട്ടിയായിപ്പോയി. ഇപ്പോൾ ഒരു ഇച്ചിരി ലൂസായി കയറാനായിട്ട് കുറച്ച് വെള്ളം ചേർക്കണം. അപ്പോൾ നമ്മുടെ ചേമ്പന്താൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. സാധനം നല്ല കട്ടിയായിപ്പോയി. അപ്പോൾ കുറച്ച് അധികം വേണ്ട, ഒരു 1/4 ഗ്ലാസോളം വെള്ളം ആഡ് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്നൊരു ലൂസാക്കി എടുക്കണം. പരിവായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഉപ്പിട്ടിട്ടില്ലായിരുന്നു. നമ്മൾ വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ കുഴക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് നല്ല പരിവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് വേപ്പിലയാണ്. നമ്മളിപ്പോൾ തന്നെ കുറച്ച് നല്ല നാടൻ വേപ്പിലയാണ്. ഒരു 3-4 തണ്ട് വേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഞാൻ നേരത്തെ അരച്ച് വെച്ച അരപ്പാണ്. ജീരകവും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും തേങ്ങ കൂടെ അരച്ച് വെച്ച അരപ്പാണ്. അത് നമുക്കതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ കുഴ ഞാൻ വേവിച്ച് അരപ്പൊക്കെ ചേർത്തിട്ട് ഒരു 5-10 മിനിറ്റോളം അരപ്പും വേപ്പിലിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാവുന്ന പോലെ തന്നെ ആ ഒരു കുഴഞ്ഞ പരുവത്തിലായിരിക്കണം. നിങ്ങൾക്ക് ഇതിൽ കാണാം, നല്ല കുഴഞ്ഞ പരുവത്തിലായിരിക്കുന്നത്. നമ്മുടെ കുഴ റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. പിന്നെ നമുക്കിത് ആദ്യം ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. കർക്കിടകം സ്പെഷ്യൽ ചേമ്പിന്താള് കുഴ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട്, നല്ല മണമൊക്കെ ഉണ്ട്. നല്ല നമ്മുടെ നാട്ടിൽ കിട്ടാവുന്ന, സിമ്പിളായിട്ട് കിട്ടാവുന്ന പച്ചക്കറികളൊക്കെ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കർക്കിടക മാസമാണ്, ഈ ഒരു മാസം ഇതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.